16-ാം നൂറ്റാണ്ടിൽ ബോസ്കോയിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച മൈക്കിൾ 15-ാം വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. പഠനത്തോടൊപ്പം പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ആശാനുഗ്രഹവും ജീവിതശൈലിയാക്കിയ മൈക്കിൾ 36-ാം വയസ്സിൽ പുരോഹിതനാവുകയും 16 വർഷം വിദ്യാർത്ഥികളെ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിപ്പിക്കുകയും ചെയ്തു. 1556-ൽ മെത്രാനും 1557-ൽ കർദിനാളുമായി നിയമിക്കപ്പെട്ട അദ്ദേഹം രാജകുമാരനെ കർദിനാളാക്കുന്നതിനെതിരെയും പുരോഹിത വിഭാഗങ്ങൾക്കെതിരെയും ശക്തമായി സ്വരമുയർത്തി. 1566 ജനുവരി 7-ന് വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 5-ാം പിയൂസ് എന്ന പേര് സ്വീകരിച്ചു. കാനോന നമസ്കാരവും വേദോപദേശവും പ്രസിദ്ധീകരിക്കുകയും ക്രിസ്തീയ തത്വസഖ്യം സ്ഥാപിക്കുകയും ചെയ്ത അദ്ദേഹം തുർക്കികളുടെ ആക്രമണത്തെ ചെറുക്കുവാൻ ഒരു നാവിക സൈന്യവും സംഘടിപ്പിച്ചു. സൈന്യത്തിൽ മാത്രം ആശ്രയിക്കാതെ അജഗണത്തോടൊപ്പം പാപ്പ ജപമാല പ്രാർത്ഥന ചൊല്ലുകയും ഇതേ തുടർന്ന് 1567 ഒക്ടോബർ 17-ന് ലെപ്പാൻഡോ യുദ്ധത്തിൽ ക്രൈസ്തവർ ചരിത്രവിജയം വരിക്കുകയും ഇതിൻ്റെ അനുസ്മരണാർത്ഥം ക്രിസ്ത്യാനികളുടെ സഹായമേ എന്ന പ്രാർത്ഥന അദ്ദേഹം ദൈവമാതാവിൻ്റെ ലുത്തീനയിൽ ചേർക്കുകയും ചെയ്തു. അനാദൃശ്യമായിരുന്ന എളിമയുടെയും പ്രായശ്ചിത്ത പ്രവർത്തികളുടെയും വിളനിലമായിരുന്ന അദ്ദേഹം 1572-ൽ കാലം ചെയ്തു.